Hello everyone, welcome to today's class. So we have completed our first chapter, that is overview of C. അപ്പോൾ അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സിയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ ദിസ് ചാപ്റ്റർ ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു അവർ സെക്കൻഡ് ചാപ്റ്റർ. ദാറ്റ് ഈസ് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് വിത്ത് തിങ്സ് ലൈക്ക് വാട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്, വാട്ട് ഈസ് എ വേരിയബിൾ ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഡാറ്റ ടൈപ്സ്. So all these things will be covered in this chapter. So in this particular video I will discuss about character set of C. So before you learn any language, that is while you learned a language like a Malayalam or an English, what have you learned first? ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചത് എന്താണ്? അതിൻ്റെ അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? ഫ്രം ദ ക്യാരക്ടർ സെറ്റ് യു ലേൺ വേർഡ്സ്, and from words you learn sentences, and from sentences and thereon you develop it. So similarly, to learn a C programming language also, we need to first identify what is the character set of C language. Okay, so we need to understand what is the set of characters. So to introduce it, actually why we are writing a program? We are writing a program for processing data, isn't it? അല്ലേ, നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്. ദാറ്റ് ഈസ് വി വാണ്ട് ടു പ്രോസസ് സം ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടർ ഷുഡ് പ്രോസസ് ദിസ് ഡാറ്റ. ഫോർ ദാറ്റ് വി ആർ റൈറ്റിംഗ് എ പ്രോഗ്രാം. ആക്ച്വലി വി ആർ ഇൻസ്ട്രക്റ്റിംഗ് കമ്പ്യൂട്ടർ ടു ഡു ദിസ്, ഓർ ആക്ച്വലി വി ആർ ഇൻസ്ട്രക്റ്റിംഗ് കമ്പ്യൂട്ടർ ഹൗ ടു പ്രോസസ് ദിസ് പെർട്ടിക്കുലർ ഡാറ്റ. അപ്പോൾ കമ്പ്യൂട്ടറിന് ഒരിക്കലും സ്വന്തമായിട്ട് ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് വി ഹാവ് ടു ഗിവ് സം ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ ദീസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി കോൾഡ് ആസ് എ പ്രോഗ്രാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഫോം ചെയ്യുന്നത്? ഫോംഡ് യൂസിങ് സം സിംബൽസ് ആൻഡ് വേർഡ്സ് അല്ലേ? നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രോഗ്രാം ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് യൂസിങ് സം സിംബൽസ്. വി വിൽ യൂസ് സം സിംബൽസ് ആൻഡ് വേർഡ്സ് അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ സിംബൽസ് വേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡീൽ ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ. Okay, so some set of instructions will be formed using some symbols as well as some words. Okay, and our instruction must follow the syntax rules of a particular language. നമ്മൾ പറഞ്ഞതാണ് C is a formal language. So അതിൻ്റെ സിൻറ്റാക്സിൻ്റെ റൂൾസ് ഒക്കെ എന്ത് ചെയ്യണം? റിജിഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ദീസ് റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ എ പ്രോഗ്രാം. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഈ റൂൾസൊക്കെ ഫോളോ ചെയ്തിരിക്കണം. സോ വാട്ട് ഈസ് എ ക്യാരക്ടർ സെറ്റ്? So character set is nothing but the set of characters the C compiler can recognize. അതായത് C കമ്പൈലർ ആണല്ലോ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഈ C കമ്പൈലറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ക്യാരക്ടർ സെറ്റ് ഓഫ് C എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജും അത് സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് ഉണ്ടാവും. സിമിലർലി C പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്യാരക്ടർ സെറ്റ് ഓഫ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ characters in C can be grouped into 4 categories. നമുക്ക് 4 കാറ്റഗറി ആയിട്ട് സീൻ്റെ ക്യാരക്ടർ സെറ്റിനെ ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്നത് ഒരു C പ്രോഗ്രാം ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞു കുറച്ച് സിംബൽസ് വേണം, കുറച്ച് വേർഡ്സ് വേണം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം. എങ്ങനെയാണ് ഈ വേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? ത്രൂ സം സിംബൽസ് അല്ലെങ്കിൽ ത്രൂ സം ക്യാരക്ടേഴ്സ്. അപ്പോൾ ആ ക്യാരക്ടർ സെറ്റിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻറ്റു ഓർ ഗ്രൂപ്പ്ഡ് ഇൻറ്റു 4 കാറ്റഗറീസ്. ഓക്കെ, സോ ഇവിടെ 4 എണ്ണമാണ് പറഞ്ഞത് ലെറ്റേഴ്സ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും എന്തൊക്കെയായിരിക്കും ക്യാരക്ടർ സെറ്റ് എന്നുള്ളത്. ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്പൈലർ ഇഗ്നോർസ് വൈറ്റ് സ്പേസസ് അൺലെസ് ദേ ആർ പാർട്ട് ഓഫ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. എന്തായിരിക്കും വൈറ്റ് സ്പേസ്? അതായത് സിംപ്ലി സ്പേസ് കൊടുക്കുന്നതിനാണ് വൈറ്റ് സ്പേസ് എന്ന് പറയാം. കമ്പൈലർ ഇഗ്നോർസ് ദീസ് വൈറ്റ് സ്പേസസ് അൺലെസ് ദേ ആർ പാർട്ട് ഓഫ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. അപ്പോൾ സ്ട്രിംഗ് കോൺസ്റ്റന്റിൻ്റെ കൂടെ വരാത്ത എല്ലാ വൈറ്റ് സ്പേസും കമ്പൈലർ ഇഗ്നോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട്? വോയിഡ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് മെയിൻ എന്ന് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് എന്ത് ചെയ്യും? കമ്പൈലർ ഇഗ്നോർ ചെയ്യും.
അതേ സമയത്ത് ഒരാളുടെ പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്ഷയ് എന്നുള്ള പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് അക്ഷയ് AS എന്നാണ് ഇനീഷ്യൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വരുന്നുണ്ടെങ്കിൽ ഇത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അക്ഷയ് AS എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ എന്താണ് സ്ട്രിങ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് എന്ത് ചെയ്യും, കമ്പൈലർ ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം നമ്മുടെ സ്ട്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എല്ലാ സ്പേസും കമ്പൈലർ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഓക്കെ, so let us see what is the character set of C programming language. So character set എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ഇതാണ് വരുന്നത്, that is upper case letters as well as smaller case letters. upper case letters from capital A to Z and small case letters from small a to Z. ഇതാണ് എന്ത്, ലെറ്റേഴ്സ് ഓഫ് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ലെറ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഡിജിറ്റ്സ്. So digits, which are the digits that are available are digits from 0 to 9. 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡെസിമൽ ഡിജിറ്റ്സും ആണ് എന്ത് ചെയ്യുന്നത്, ഡിജിറ്റ്സിൻ്റെ കാറ്റഗറിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പം there are some special characters അല്ലേ. അപ്പോൾ നമ്പറും പിന്നെ ആൽഫബറ്റ്സും മാത്രമല്ല, there are some special characters. So these are the special characters of C programming language. Okay, so first one is comma operator. അടുത്തതാണ് dot, that is called period operator. This is called period operator. This one is semicolon, this one is colon, then question mark, then apostrophe, quotation mark, then exclamation mark, vertical bar, slash, backward slash, tilde operator, underscore, dollar sign, percentage, ampersand, this is caret symbol, ആസ്റ്ററിസ്ക്, ദാറ്റ് ഈസ് സ്റ്റാർ ഓപ്പറേറ്റർ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ പറയുന്നതാണ് ആസ്റ്ററിസ്ക്. അതുപോലെ തന്നെ മൈനസ് സൈൻ, പ്ലസ് സൈൻ, ലെസ് ദാൻ ഓപ്പറേറ്റർ അല്ലെ. ലെസ് ദാൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ നമുക്ക് പറയാം ഓപ്പൺ ആംഗുലാർ ബ്രാക്കറ്റ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ദിസ് ഈസ് കോൾഡ് ക്ലോസ് ആംഗുലാർ ബ്രാക്കറ്റ്. ദിസ് വൺ ഓപ്പൺ പാരന്തസിസ്, ദിസ് വൺ ക്ലോസ് പാരന്തസിസ്. ദാറ്റ് ഈസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നോർമലി നമ്മൾ പറയുന്നത് ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്. ദിസ് ഈസ് കോൾഡ് ക്ലോസ് ബ്രാക്കറ്റ്. ദിസ് ഈസ് ഓപ്പണിംഗ് കേളി ബ്രേസസ് അല്ലെ. നമ്മൾ വോയിഡ് മെയിൻ കഴിഞ്ഞാൽ ആ ഒരു മെയിൻ്റെ പാർട്ട് തുടങ്ങുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ഈ ഒരു കേളി ബ്രേസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ ക്ലോസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ ക്ലോസിംഗ് ഓഫ് കേളി ബ്രേസസ്, ദിസ് ഇസ് ഹാഷ് നമ്പർ സൈൻ. സോ ഇത്രയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ ഉള്ള ഓരോ ഇതിനും എന്തുണ്ട്, ഒരു മീനിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിലുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ എന്തുണ്ട്, പർപ്പസ് ഉണ്ട് അല്ലേ. അതായത് കൊമ ഒരു പർപ്പസ് ഉണ്ട്, ഡോട്ട് ഓപ്പറേറ്ററിന് ഒരു പർപ്പസ് ഉണ്ട്, സെമികോളന് ഒരു പർപ്പസ് ഉണ്ട്. സോ വി വിൽ ലേൺ ഇൻ ദ സബ്സിക്വൻറ്റ് വീഡിയോസ് ദാറ്റ് വാട്ട് വിൽ ബി ദ പർപ്പസ് ഓഫ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ്. Okay, so all these characters are considered as the character set of C programming language. Again, the fourth category is white spaces. So what is mean by white space? നമ്മൾ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് വൈറ്റ് സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് എ ബ്ലാങ്ക് സ്പേസ്, ഒരു സ്പേസ്, ബ്ലാങ്ക് സ്പേസ്. അനദർ വൺ ഈസ് ടാബ് അല്ലേ. ടാബ് കീ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത സ്പേസിനാണ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ടാബ്. നെക്സ്റ്റ് വൺ ഈസ് കാരേജ് റിട്ടേൺ എന്താണെന്ന് പറഞ്ഞാൽ ടു ഗോ ടു ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക് എന്താണ് കൺട്രോൾ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കേഴ്സർ പോകാൻ വേണ്ടിയിട്ടാണ് കാരേജ് റിട്ടേൺ യൂസ് ചെയ്യുന്നത്. അഗെയിൻ ന്യൂ ലൈൻ is used to go to the next line. Okay, again next one is form feed is used to go to the next page, അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് form feed. Okay, അപ്പോൾ these are the character set of C programming language. Okay, so from these ഇതാണ് ഏറ്റവും ബേസിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. if you are writing void main like this, void main like this. അപ്പോൾ ഇവിടെ VOID ഇതെന്താണ്, നാലും ലെറ്റേഴ്സിൻ്റെ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ മെയിനും ലെറ്റേഴ്സ് കാറ്റഗറിയാണ്. ദിസ് വൺ ഈസ് എ സ്പെഷ്യൽ ക്യാരക്ടർ, ദിസ് വൺ ഈസ് ഓൾസോ എ സ്പെഷ്യൽ ക്യാരക്ടർ. ഇതാണെന്ത്
സീൻ്റെ നമ്മൾക്ക് പ്രോഗ്രാം ഈ ക്യാരക്ടർ സെറ്റ് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് the point regarding C character set. So I hope you understood the topic. Thank you so much.